Hello മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മിസ് വിചാരിക്കുന്നു. ആൻഡ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രീ നീറ്റിൻ്റെയും പ്രീ JEEയുടെയും എക്സാംസിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പം ഈ ഒരു പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാംസ് ആണ് ഇത്. കാരണം നമ്മളിപ്പോൾ നിങ്ങൾ ഇനി ഒരു +1 സ്റ്റുഡൻ്റ് ആണെങ്കിലും +2 സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ +1 ആണെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞാലാണ് നിങ്ങളുടെ എക്സാം വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് സമയമുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഈ പ്രിപ്പറേഷൻസൊക്കെ നല്ല കറക്റ്റായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ അറിഞ്ഞൊരു തവണ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻസിൽ നമുക്ക് വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അടിപൊളിയായിട്ടാണ് പഠിക്കുന്നത്, പക്ഷെ നമുക്ക് എക്സാം എഴുതാൻ നല്ലപോലെ പറ്റിയിട്ടില്ലെങ്കിലോ? അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ ആ ഒരു ഫൈനൽ എക്സാമിൻ്റെ അന്നല്ല, അതിന് മുൻപ് നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഇനി എൻ്റെ +2 മക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് മാസങ്ങളാണ് നിങ്ങളുടെ ആ ഒരു ഫൈനൽ ഡേ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപ് ഒരു മോഡൽ എക്സാം എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നമ്മുടെ പ്രീ നീറ്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സാംസിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ എങ്ങനെ ചെയ്യാം? അതിലേറ്റവും നമ്പർ 1, നിങ്ങളുടെ എക്സാം പാറ്റേൺ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. കാരണം ഇപ്പം നീറ്റ് എക്സാം ആണെങ്കിൽ OMR ബേസ്ഡ് ആയിട്ടായിരിക്കും അല്ലേ? നമുക്കൊരു ക്വസ്റ്റൻ ഉണ്ടാകും, 4 ചോയ്സ് ഉണ്ടാകും, അതിൽ കറക്റ്റ് ആൻസർ ഏതാണോ അത് നമ്മൾ ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ JEE എക്സാമിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം JEE എക്സാം എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പം JEE എക്സാം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള MCQ ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. MCQ ടെസ്റ്റ് തന്നെയാണ്, പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നീറ്റ് എക്സാം +1 ആയാലും +2 ആയാലും അത് OMR ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് പേപ്പറും പെന്നും ഉണ്ടാവും, നിങ്ങൾ ബബിൾ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് എന്താണെന്ന് അറിയാം. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ നീറ്റ് എക്സാം അല്ലെങ്കിൽ JEE എക്സാംസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും സിലബസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ നീറ്റ് എക്സാംസിലൊക്കെ ആണെങ്കിൽ കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ്. അപ്പോൾ അതേപോലെ നമ്മുടെ പ്രീ നീറ്റിൻ്റെയും അതേപോലെ പ്രീ JEEയുടെയും സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സിലബസിൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ഒരു പ്രീ നീറ്റ് നമുക്ക് +1 നടക്കുന്നുണ്ട്, +2 നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ മക്കൾ മിസ്സിന് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, മിസ് +2കാർക്ക് +1ൻ്റെ സിലബസ് ഉണ്ടോ? ഓക്കെ, അതില്ല മക്കളെ. +1കാർക്കാണെങ്കിൽ +1ൻ്റെ സിലബസ് മാത്രം, +2കാർക്കാണെങ്കിൽ +2ൻ്റെ സിലബസ് മാത്രം. ഓക്കെ, അപ്പോൾ സിലബസ് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ നമ്മുടെ +1 പ്രീ നീറ്റിനാണെങ്കിൽ +1 പ്രീ നീറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ ബയോളജി. അപ്പോൾ ഫിസിക്സിലെ ആണെങ്കിൽ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഓണം എക്സാമിന് വരെയുള്ള പോർഷൻസ് ആണ് നമ്മുടെ പ്രീ നീറ്റ് എക്സാമിന് ഉണ്ടാവുക. ആൻഡ് കെമിസ്ട്രിയിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ്, ബയോളജിയിലാണെങ്കിൽ ബോട്ടണിയിൽ 3 ചാപ്റ്റേഴ്സ്, സുവോളജിയിലും 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ബോട്ടണിയിലാണെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, ആൻഡ് സുവോളജിയിൽ ലിവിംഗ് വേൾഡ്, അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഇതാണ് നിങ്ങൾ +1 നീറ്റ് പ്രീ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട്സ്. ഓക്കെ, ആൻഡ് പ്രീ JEEക്ക് ആണെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും സെയിം, വ്യത്യാസം വരുന്നത് മാത്സിലാണ്. ബയോളജിക്ക് പകരം മാത്സ് ഉണ്ടാകും. മാത്സിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ ചില മക്കൾ പ്രീ നീറ്റും എഴുതുന്നുണ്ടാകും, പ്രീ JEEയും എഴുതുന്നുണ്ടാകും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ രണ്ടും മാത്സും പഠിക്കേണ്ടി വരും, ബയോളജിയും പഠിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി +2 പ്രീ നീറ്റ്. +2 പ്രീ നീറ്റുകാർക്കാണ് കുറേ കൺഫ്യൂഷൻസ്. മിസ് ഞങ്ങൾക്ക് ഏതാണ് സിലബസ്, ഞങ്ങൾക്ക് +1ൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഇല്ല മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ +2ലെ നിങ്ങളുടെ ഓണം എക്സാമിന് വരെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ +2 പ്രീ നീറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ 4 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആണ് ബോട്ടണിയിൽ. സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സാണ് +2 പ്രീ നീറ്റിനുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഈ +2 പ്രീ നീറ്റ് നിങ്ങളുടെ നമ്മളുടെ റിപ്പീറ്റേഴ്സിനും എഴുതാവുന്നതാണ്.
ഓക്കെ, അപ്പം ഈ രീതിയിലായിരിക്കും നമ്മളുടെ സിലബസ് വരുന്നത് +2 പ്രീ നീറ്റിൻ്റെ. അപ്പോൾ ഈ സിലബസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ NCERT ആണ്. അപ്പോൾ നമ്മളുടെ NCERT പഠിക്കാതെ നമുക്ക് എന്തായാലും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ഏറ്റവും മാർക്സ് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ NCERT തെറോ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു NCERT നിങ്ങളുടെ ഓണം എക്സാമിലൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ. നമ്മൾ ഓണം എക്സാം ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ NCERT നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്ന് മിസ് കരുതുന്നു. ഇനി നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് നിങ്ങൾ എല്ലാവരും അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രീ നീറ്റും പ്രീ JEE ഒക്കെ എഴുതുന്നത്, JEE ആയാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാകും. ഇനി എക്സാം വിന്നറിൽ നമ്മുടെ ബാച്ചിൽ നമ്മുടെ ബാച്ചസിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഇനി എന്ത് ചെയ്യണം, DPPയിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ DPP മീൻസ് എത്രത്തോളം DPP ഉണ്ട്, ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുക മക്കളെ. എല്ലാം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് PYQ എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, റാൻഡമായിട്ട് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അതല്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ബാച്ചിലില്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ അടിപൊളി സ്കോർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്കവിടെ ഒത്തിരി ചാപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ബയോളജിയിലായാലും കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിനും ഒക്കെ ആയാലും വളരെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് +1ൻ്റെയും +2ൻ്റെയും ഹോൾ ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിനി ആണല്ലേ, നമ്മുടെ മിനി നീറ്റ് ആൻഡ് JEE ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല പോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കോൺഫിഡൻസ് ഇല്ല മക്കളെ. ഈ ഒരു എക്സാം ഇത് നമ്മളുടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ JEE, നമ്മുടെ JEEയുടെയും നീറ്റ് എക്സാമിൻ്റെ ഒരു മിനി ഫോമാറ്റാണ്. ഇത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് ഇതിന് നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞ രീതിയിൽ സിലബസ് നോട്ട് ചെയ്യുക, നമ്മൾ NCERT തെറോ ആയിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സാംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റ് കാര്യം നമ്മുടെ NCERT സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഓണം എക്സാംസിലൂടെ നിങ്ങൾ ഉറപ്പുവരുത്താം. അപ്പോൾ ഓണം എക്സാം ഞങ്ങൾക്ക് അത്ര അത്യാവശ്യമില്ല, സ്കൂളുകാരാണ് നടത്തുന്നത്, ഞങ്ങൾക്ക് ഒഫീഷ്യലി ഇല്ല എന്നൊന്നും കരുതി എൻ്റെ മക്കളെ ഒഴിവാക്കി കളയരുത്. കാരണം നിങ്ങൾക്കത് നിങ്ങളുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാംസിന് യൂസ്ഫുൾ ആവും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുള്ളത്, കുറേ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് ലാസ്റ്റ് ഡേറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുമോ, നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ August 30th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫീസ് August 19th ഓൺവേർഡ്സ് രജിസ്ട്രേഷൻ ഫീ 150 rupees ആണ്. ഓക്കെ, കാരണം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഒത്തിരി മക്കൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ സെൻറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എന്നുള്ളതിലാണ് നമ്മൾ 150 ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളൊരു നീറ്റ് അല്ലെങ്കിൽ JEE ആസ്പിറൻ്റ് ആണെങ്കിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.